വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം പൂർത്തിയാക്കി തൊഴിൽ വിസ ലഭിക്കാതെ കേരളത്തിലേക്ക് മടങ്ങേണ്ടി വരുന്നത് 30,000-ലധികം വിദ്യാർത്ഥികളാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൌൺസിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ മുന്നണികൾക്ക് സമർപ്പിച്ച പ്രത്യേക റിപ്പോർട്ടിലാണ് സംസ്ഥാനം നേരിടുവാൻ പോകുന്ന ഈ ഗുരുതര സാഹചര്യം വ്യക്തമാക്കുന്നത്. UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ വിസ നിയമങ്ങൾ കർശനമാക്കിയതും സാമ്പത്തിക മാന്ദ്യവും മൂലം സ്റ്റേ ബാക്ക് കാലാവധിക്ക് ശേഷം ജോലി കണ്ടെത്താനാകാതെ യുവാക്കൾ വലയുകയാണ്. ഇതിന്റെ ഫലമായി 2025-2027 കാലയളവിൽ വലിയൊരു വിഭാഗം യുവാക്കൾ നാട്ടിലേക്ക് മടങ്ങുവാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൌൺസിൽ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിദേശ പഠനത്തിനായി 15 മുതൽ 45 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ എടുത്തവരാണ് ഭൂരിഭാഗം പേരും. ജോലി ലഭിക്കാതെ മടങ്ങുന്നത് ഇവരെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്കും ജപ്തി നടപടികളിലേക്കും നയിക്കും. തൊഴിലില്ലായ്മയും കടബാധ്യതയും മൂലം യുവാക്കൾക്കിടയിൽ വിഷാദരോഗവും ആത്മഹത്യാ പ്രവണതയും വർദ്ധിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വിദേശത്ത് തുടരാനായി വ്യാജ വിവാഹങ്ങൾക്കും വീണ്ടും ലോൺ എടുത്ത് മറ്റ് രാജ്യങ്ങളിൽ കോഴ്സുകൾക്ക് ചേരുന്നതിനും അനധികൃതമായി ലക്ഷങ്ങൾ മുടക്കി തൊഴിൽ വിസ സംഘടിപ്പിക്കുവാനും യുവാക്കൾ ശ്രമിക്കുന്നത് വലിയ അപകടകരമാണെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിയോൺ ജോസ് വിധേയത്തിൽ. ഞാൻ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിൻ്റെ ഒരു കോർഡിനേറ്ററാണ്. ഇത് ഷിജോ ഇടയാടിയിൽ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിൻ്റെ ജനറൽ കോർഡിനേറ്ററാണ്. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇലക്ഷൻ റിസൾട്ടിന് മുമ്പ് 3 മുന്നണികൾക്കും സമർപ്പിക്കുവാൻ പോവുകയാണ്. ഇതാണ് ആ റിപ്പോർട്ട്. ആക്ച്വലി ഏകദേശം 30,000-ഓളം മലയാളി വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരുടെ സ്റ്റേ ബാക്ക് പീരീഡും കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് ജോലി കിട്ടാതെ, സ്പോൺസർഷിപ്പ് വിസ കിട്ടാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട ഒരു സമയമാണിപ്പോൾ. ഏകദേശം ഒരു വർഷത്തിനിടയിൽ, ഈ വരുന്ന വർഷത്തിനിടയിൽ 30,000-ഓളം മലയാളികൾ മിക്കവാറും നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിലേക്ക് ഒരു ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേരളത്തിലെ 3 മുന്നണികൾക്കും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡേറ്റ വരുന്നത് 2023 കേരള മൈഗ്രേഷൻ സർവേ നടത്തിയ പ്രൊഫസർ ഇരുടയ രാജൻ റിലേറ്റഡായിട്ട് ഞങ്ങൾ സംസാരിച്ച് തയ്യാറാക്കിയ ഒരു ഡേറ്റയാണ്. ഒപ്പം കൺസൾട്ടഡ് വിത്ത് ഫോമർ അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫ് IAS, ഒപ്പം ഫോമർ കേംബ്രിഡ്ജ് മേയർ ബൈജു തെറ്റാല. ജസ്റ്റ് ഇതിൻ്റെ ഒരു റഫ് കാൽക്കുലേഷൻ, ഒരു എസ്റ്റിമേറ്റ്, ഇതുവരെയും സർവേ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ കൃത്യമായ കണക്കുകൾ എവിടെയും ലഭ്യമല്ല. പക്ഷേ 2023 മൈഗ്രേഷൻ സർവേ പ്രകാരം ഏകദേശം 2.5 ലക്ഷം മലയാളികളായിരുന്നു കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഏകദേശം വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് 1.5 വർഷം മുതൽ 2 വർഷമാണ്. അതായത് ഒരു ഹയർ സ്റ്റഡീസ് PG ലെവൽ കോഴ്സ് വരുന്നത്. അതിനുശേഷം സ്റ്റേ ബാക്ക് പീരീഡ് മിക്കവാറും കാലഘട്ടങ്ങളിൽ 2 വർഷമാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് ഇപ്പോഴാണ് അവർക്കൊക്കെ റിന്യൂവൽ അല്ലെങ്കിൽ പുതിയൊരു ജോബ് വിസയിലേക്ക് മാറേണ്ട സാഹചര്യം വരുന്നത്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ നാഷണലൈസേഷൻ റിലേറ്റഡും അതുപോലെ ഈ പുറത്തുനിന്ന് വരുന്നവരെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കാരണം വിസ ചേഞ്ചസും പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പണ്ടൊക്കെ മിക്കവാറും രാജ്യങ്ങളിൽ എല്ലാവരും തന്നെ ഹോസ്പിറ്റലിൽ സപ്പോർട്ട് കെയറർ അല്ലെങ്കിൽ കെയറർ വിസ എന്നുള്ള രീതിയിലേക്ക് മാറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ദൂഷ്യഫലമായി പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും, കാശ് കൊടുത്ത് വിസ സംഘടിപ്പിക്കുക, ഈവൻ ഫേക്ക് മാരേജസ് നടത്തുക, അതുപോലെ പിന്നെ ഗേ കപ്പിൾസ് ഓർ ലെസ്ബിയൻ കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് വിസ ശരിയാക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ വരുന്നുണ്ട്. പിന്നെ വേറൊരു കൂട്ടർ ഈ ഒരു സ്റ്റുഡൻറ്റ് വിസ കാലഘട്ടം കഴിഞ്ഞ് അടുത്ത സ്റ്റുഡൻറ്റ് വിസ എടുക്കുക. അപ്പോൾ ഈ ഏകദേശം ഒരു സ്റ്റുഡൻറ്റ് വിസ റിലേറ്റഡ് ആയിട്ട് പോകുന്നവർക്ക് വരുന്നത് 15 മുതൽ 40-45 ലക്ഷം വരികയാണ്. ആ ഒരു സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് വീണ്ടും അടുത്തതിലേക്ക് വരും, ഇതുപോലെ തന്നെ വീണ്ടും കാശ് വരും. കുറേ ആൾക്കാർ ഇപ്പോൾ ജർമ്മനിയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് ഇപ്പോൾ താരതമ്യേന ജർമ്മനിയിൽ അധികം പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ കാര്യങ്ങൾ സേഫാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ്. പക്ഷേ വീണ്ടും എക്സ്പെൻസ് കൂടുകയാണ് അവർക്ക്. അപ്പോൾ ഈ തിരിച്ച് നാട്ടിലേക്ക് വരുന്നവർ എത്രയാണെന്നൊരു കാൽക്കുലേഷനും ഇല്ല. പക്ഷേ ആ എസ്റ്റിമേറ്റ് പ്രകാരം ഏകദേശം 30,000-ഓളം ആളുകൾ വരും. പിന്നെ പല ആൾക്കാരും ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ നാട്ടിൽ വരുന്നവർ ഇവിടെ ഒരു വ്യവസായം തുടങ്ങിയാലോ ഒരു ജോലിക്ക് കയറിയാലോ ഏകദേശം ഈ 15 മുതൽ 45 ലക്ഷം കടമുള്ളൊരു വ്യക്തിക്ക് ഒരു മാസം എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വരുമെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവരൊരു ജോലിക്ക് ചേരുകയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ പോലും ആ ഒരു ഇൻട്രസ്റ്റും ഈ ലോണിൻ്റെ തിരിച്ചടവും അവരെ കൊണ്ട് സാധിക്കുമോ? ആ ഒരു പ്രതിസന്ധി
ആൾക്കാരെ അഭിമുഖീകരിക്കേണ്ട ഒരു വിഷമം, പിന്നെ ഡിപ്രഷൻ, അതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സർക്കാരിന് മുൻപിൽ കൊണ്ടുവരിക, പുതിയതായിട്ട് ഫോം ചെയ്യാൻ പോകുന്ന സർക്കാർ ഇതിലേക്ക് ഒന്ന് ആക്ഷൻ എടുക്കുക. പിന്നെ അതുപോലെ ഇനിയൊരു നമ്മൾ ഒരു അവബോധം സർക്കാർ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുക. ഇനി പോകുന്നവർ ഇതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് കൃത്യമായ വിവരങ്ങൾ കൈപ്പറ്റിയതിന് ശേഷം മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിന് പുറത്ത് പോകുവാൻ ശ്രമിക്കുന്നതും. പിന്നെ ഇവിടെ കണ്ടുവരുന്ന ഒരു ശീലമുണ്ട്, ഇപ്പോൾ വീട്ടുകാർ പറയുന്ന പോലെ അവരുടെ ഒരു പ്രൗഡിനും, ഇപ്പോൾ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ പുറത്ത് UK-യിലാണ്, ഓസ്ട്രേലിയയിലാണ്, അല്ലെങ്കിൽ കാനഡയിലാണ് എന്ന് പറയുന്ന ആ ഒരു പ്രൈഡിന് വേണ്ടി വിദ്യാർത്ഥികളെ കെണിയിൽപ്പെടുക്കാതെ അവരെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം പുറത്തേക്ക് കൊണ്ടുപോകുക. ഒരു സെറ്റിൽമെൻറ്റ് രീതി എന്നുള്ളത് പണ്ടായിരുന്നു. ഇന്ന് സ്റ്റുഡൻറ്റ് വിസ റിലേറ്റഡായി പുറത്തുപോയി സെറ്റിലാവുന്നതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് യൂത്ത് കൗൺസിൽ, കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ ശ്രമിക്കുന്നത്. കേരള മൈഗ്രേഷൻ സർവേ 2023 പ്രകാരം ഏകദേശം 2.5 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശത്ത് പഠിക്കുന്നത്. എന്നാൽ ഇവരുടെ തിരിച്ചുവരവ് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ സർക്കാരിന്റെ പക്കലില്ല. തിരിച്ചെത്തുന്ന ഇത്രയും വലിയൊരു വിഭാഗത്തെ ഉൾക്കൊള്ളുവാൻ കേരളത്തിലെ തൊഴിൽ വിപണിയും സർക്കാരും അടിയന്തരമായി തയ്യാറെടുക്കണമെന്നും പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ആവശ്യപ്പെട്ടു. ഷിജോ എടയാടിൽ, ജസ്റ്റിൻ ജോസ് നടക്കലാൽ എന്നിവരുടെ പിന്തുണയോടെ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ കോർഡിനേറ്റർ ലിയോൺ ജോസ് വിധേയത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി MB ജോസഫ് IAS, മുൻ കേംബ്രിഡ്ജ് മേയർ ബൈജു തിറ്റാല തുടങ്ങിയ പ്രമുഖരുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്.